ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിശിരീകുർവതി ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഗുരുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലിയിലൂടെയുള്ള നമ്മുടെ തീർത്ഥയാത്ര കഴിഞ്ഞ ദിവസം മംഗള സ്വരൂപനായ ശിവമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ 96 മന്ത്രങ്ങളാണ് നമ്മൾ കടന്നുപോയത്. നമ്മളുടെ ഓരോ തീർത്ഥങ്ങളായി നമ്മളതിനെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പരിവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതെങ്ങനെയാണ് ആ പരിവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? ആ ഒരു വളരെ സമയമെടുത്ത് സംഭവിക്കുന്ന പരിവർത്തനം, അത് നമ്മുടെ കാഴ്ചപ്പാടിലും വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അന്വേഷണം ഉള്ളിലേക്ക് വ്യാപിക്കുന്നത്, ഗുരുവിൻ്റെ യഥാർത്ഥ സത്തയിലേക്ക് നമ്മൾ അടുക്കുന്നത് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല, അത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള. പക്ഷേ ഇതിനകത്ത് നമുക്ക് പല സംശയങ്ങളുണ്ടാകാം. ഞാൻ കഴിഞ്ഞ അതിൽ സൂചിപ്പിക്കേണ്ടത്. അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും മനനത്തിലൂടെയും ഒക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് വിടാൻ പാടില്ല. എനിക്ക് നിങ്ങളെല്ലാവരും വിളിക്കാനൊന്നും പറ്റില്ല, കാരണം അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ, നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തന്നെയാണ് തരേണ്ടത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി കിട്ടുമ്പോഴാണ് അതിനകത്ത് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകുന്നത്. അതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം അത് എന്താണ് എന്ന് ഇനി വേറൊരാളോട് പോയി ചോദിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാകണമെന്നില്ല. ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഒരു ഉത്തരം പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചത് എന്ന് നിങ്ങൾ വേറെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർക്കത് ആ രീതിയിലും മനസ്സിലായി എന്ന് വരണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം, അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടതും എന്നോട് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉത്തരം അത്ര ശരിയല്ല എന്നോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ലെന്നോ തെളിച്ച കുറവുണ്ടെന്നോ തോന്നിയാൽ
അത് ഏത് രീതിയിലാണ് എന്ന് വീണ്ടും ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ചോദിക്കാതിരിക്കുമ്പോഴാണ് അത് വീണ്ടും, കാരണം നിങ്ങൾ അത് ധരിച്ചിരിക്കുന്നത് ചിലപ്പോൾ തെറ്റാവാം. അത് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓം സമ്പൂർണ്ണ ചൈതന്യായ നമഃ. അപ്പോൾ ചൈതന്യം, അത് സമ്പൂർണമായിട്ടുള്ള ചൈതന്യത്തിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് പൂർണ്ണമാണ്, സമ്പൂർണമാണ്. അവിടെ ചെറിയ ചെറിയ പീസുകളൊന്നുമില്ല, കഷ്ണങ്ങളൊന്നുമില്ല, അഖണ്ഡമായിട്ട്. അപ്പോൾ സമ്പൂർണ്ണ ചൈതന്യായ നമഃ. ചൈതന്യത്തിന് ആ രീതിയിൽ പരിപൂർണതയിൽ നിൽക്കുന്ന ആ ചൈതന്യത്തിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ ഗുരുവിനെ നമ്മൾ കാണേണ്ടത് സമ്പൂർണമായിട്ടുള്ള ചൈതന്യ സ്വരൂപനായിട്ട് തന്നെയാണ്. അത് ആ ഒരു പൂർണ്ണത ഒരുപക്ഷെ നമ്മളുടെ ടാഗോർ ഇവിടെ വന്ന് ഗുരുവിനെ ദർശിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഡയറിയിൽ എഴുതിയിട്ട് ആ കുറിപ്പ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പലരും ഗുരുവിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിനെ നേരിട്ട് കണ്ടവരും നേരിട്ട് കാണാത്തവരും ആയിട്ടൊക്കെ പലരും ഇന്നും പല അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ടാഗോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ടാഗോർ ആ സമയത്ത് അവിടെ ബംഗാളിലും അതുപോലെ മറ്റ് പല ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും പല മഹാത്മാക്കളെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളവരെയെല്ലാം വിലയിരുത്തിക്കൊണ്ടും ശ്രീനാരായണ ഗുരുദേവനിൽ അപൂർവമായിട്ട് കണ്ട ആ ഒരു ദിവ്യമായിട്ടുള്ള പ്രഭയുണ്ട്. അനന്തതയിലേക്ക് നീണ്ടിരിക്കുന്ന യോഗനയനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ടാഗോർ അത് എഴുതി വെക്കുമ്പോൾ ഈ സമ്പൂർണ്ണ ചൈതന്യായ നമഃ എന്നുള്ള ഇത് നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ ആ ആധ്യാത്മികതയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഗുരുവിനെ വിലയിരുത്തുമ്പോൾ അതിനാണ് പ്രാധാന്യമുള്ളത്. അതല്ലാതെ ഭൗതികവാദിയായിട്ടുള്ള ഒരു സാധാരണ ഒരു ഭൗതികവാദി ഗുരുവിനെ കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെയൊന്നും തോന്നണമെന്നില്ല. അതുപോലെ ആധ്യാത്മികതയുടെ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താത്തവർക്കും ഗുരുവിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. യുക്തിവാദിയായിട്ടുള്ള ആളുകൾക്ക് ഗുരുവിനെ ആ രീതിയിലേ അവർ കാണുള്ളൂ. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഗുരുവിനെ അങ്ങനെയാണ് കാണുന്നത്. കവിതകൾ എഴുതുന്നവർക്ക് ഗുരു ഒരു കവിയാണ്, യുക്തിവാദിക്ക് ഗുരു ഒരു യുക്തിവാദിയാണ്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഏത് കണ്ണട വെച്ചിട്ടാണ് നമ്മൾ ഗുരുവിനെ നോക്കുന്നത് അതുപോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ള അറിവാകില്ല. എപ്രകാരമാണ് അന്ധരായിട്ടുള്ള ആളുകൾ ആനയെ കാണാൻ പോകുന്ന പോലെ ഭാഗികമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. സമ്പൂർണ്ണ ചൈതന്യമാണ് ഗുരു, പരിപൂർണ ചൈതന്യമാണ്. അവിടെ പാർട്ടിക്കിളായിട്ടല്ല. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവതാസങ്കല്പങ്ങളൊക്കെ, ദേവതാസങ്കല്പങ്ങൾ ഒരിക്കലും പൂർണ്ണമല്ല. ആ ദേവതകൾക്ക് വീണ്ടും എന്തുണ്ട്? പുനർജന്മമുണ്ട്. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അവർ പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യൻ്റെ ലോകത്ത് വന്ന് ജനിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് അപൂർണമാണ്. പക്ഷെ ഗുരുവോ? ഗുരു ഇവിടെ പൂർണ്ണനാണ്. എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഗുരു ഇവിടെ അവതരിക്കുന്നത്. അത് നമ്മുടെ അടുത്ത മന്ത്രത്തിലൂടെ അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാരണം അത്രയ്ക്ക് പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം
ആ സങ്കല്പം ഉണ്ട് ഗുരുവിന്. ഈ പ്രപഞ്ചത്തെ പരിപൂർണമായിട്ട് ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണ് നിർത്തിയിട്ടുള്ളത്. അതെന്ന് വെച്ചാൽ പരബ്രഹ്മത്തിൻ്റെ അങ്ങനെ ഒരു നിയന്ത്രണം മറ്റവർക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ സമ്പൂർണ്ണ ചൈതന്യായ നമഃ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പരിപൂർണനായിട്ടുള്ള ചൈതന്യ സ്വരൂപനായിട്ടുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാം. പിന്നെയോ അടുത്തതിൽ പറയുന്നത് ഓം സ്വായത്ത മനസ്കായ നമഃ. നമ്മൾ മുൻപ് സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ സ്വായത്ത മനസ്കായ നമഃ, സ്വന്തം ഈ മനസ്സിനെ സ്വായത്തമാക്കുക, പരിപൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലാക്കുക. മനസ്സാണല്ലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇവിടെ ഗുരു ആ മനസ്സിനെ തൻ്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് നിർത്തിയിരിക്കുകയാണ്. മനസ്സിൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ല. അപ്പം നമുക്കൊക്കെ ഉള്ള പ്രശ്നം, നമ്മൾ പറയുന്നത് എൻ്റെ മൂഡ് ശരിയല്ല, മനസ്സ് ശരിയല്ല എന്ന് പറയും. പക്ഷെ അങ്ങനൊരു വിഷയം ഗുരുവിനുണ്ടാവാറില്ല. പലരുടെയും ഈ പല ലേഖനങ്ങളും പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ അവരുടെ വ്യാഖ്യാനങ്ങളും അവരുടെ വിലയിരുത്തലുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിഷമവും ദുഃഖവും അതുപോലെ ധാർമ്മികമായിട്ടുള്ള രോഷമൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഗുരുവിൻ്റെ ഈ ഒരു സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള തലത്തിലേക്ക് അവർ ഉയർന്നിട്ടില്ല. അവരുടെ കോമൺ സെൻസും അവരുടെ ബുദ്ധിയും അവർ നിൽക്കുന്ന തലവും വെച്ചിട്ടാണ് അവർ ഗുരുവിന് വിലയിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ പറയും ഇതിങ്ങനെയാണ്, അത് അങ്ങനെയാണ് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ ഇല്ലാത്തവരാണ് അവർ. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആ വഴികളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ അതിനെ അംഗീകരിക്കില്ല. കാരണം മറ്റ് വെറുതെ എന്തോ ഊഹാപോഹങ്ങളിലൂടെ എഴുതിവിടുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ കുറേ തെറ്റിദ്ധാരണ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ ഇച്ചിരി ഡിഗ്രിയും അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ ബാഹ്യമായിട്ടുള്ള ചില ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ ചില പുസ്തകങ്ങളും ചില കാര്യങ്ങളൊക്കെ എഴുതിയും പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഡിഗ്രി ഉള്ള ആളാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ ഡോക്ടറാണ്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റാണ്, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു അല്ലെങ്കിൽ ജഡ്ജിയാണ് അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതാണ് ശരിയെന്ന് ഈ പാവപ്പെട്ട ആളുകൾ വിചാരിച്ചു പോകും. അപ്പം നമ്മളെപ്പോലെയുള്ള ഇപ്പം അങ്ങനെയുള്ള ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും വെക്കാതെ സ്വാമിമാരിതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് പറയത്തക്ക വിലയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് മാനസികമായിട്ടുള്ള ഒരു അവരുടെ ഒരു തലം അത്രയേ ഉള്ളൂ. ഒരു സൈക്കോളജിക്കലായിട്ട് ജനങ്ങൾക്ക് ചില ധാരണകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. കാരണം ഗുരുവിനെ നമുക്ക് അറിയാനായിട്ട് ശ്രമിക്കണമെങ്കിൽ അത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് കൂടി അവരിലുണ്ടാകണം. ആധ്യാത്മികമായിട്ടുള്ള ഉണർവുണ്ടാകണമെങ്കിൽ എന്താണ്? മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജപവും ധ്യാനവും അതുപോലെ തന്നെ ശ്രവണവും മനനവും നിധിധ്യാസനവും ഒക്കെ കൃത്യമായിട്ട് നടക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാവരും ജ്ഞാനികളായിട്ട് മാറിയേനല്ലോ അല്ലേ? നമ്മൾ ഈ കേട്ട ആൾക്കാരും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം മുക്തന്മാരായിട്ട് മാറേണ്ടതല്ലേ? അവരെല്ലാം അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കേണ്ടതല്ലേ? അവരെ കൺട്രോൾ നിർത്തേണ്ടതല്ലേ? എന്താ സംഭവിക്കാത്തത്? അപ്പോൾ അത് അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്വായത്ത മനസ്കായ നമഃ എന്ന് ഗുരുവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ ജീവിതത്തിലെ നമ്മൾ ഓരോരോ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം പരിപൂർണമായിട്ട് ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അമാനുഷികമായിട്ടുള്ള സിദ്ധികൾ ഉൾപ്പെടെ ഗുരു വളരെ കൈയടക്കത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് സംശയം വരാത്ത രീതിയിലാണ് ഗുരു
അത് നിർവഹിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ഗുരു നടത്തിയ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും തൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയും അതുപോലെ ആ പ്രതിഷ്ഠാകർമ്മം അവർക്ക് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്തു, ആകാശത്ത് ഒരു പ്രകാശ സ്വരൂപത്തെ കാണിക്കുകയും ആ പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഇവിടെ പ്രതിഷ്ഠ കഴിയുകയും ചെയ്യണം. അങ്ങനെ എവിടെ നോക്കുമ്പോഴും ഒരു രോഗിക്ക് ഒരു മരുന്ന് കൊടുക്കുമ്പോഴും അത് വളരെ സാധാരണ രീതിയിൽ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ പ്രയോഗിക്കുന്നില്ല എന്ന് അവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ഗുരു ഒരു ചികിത്സാവിധി തന്നെ കൊടുക്കുന്നത്. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ, അത്ഭുതകരമായ സിദ്ധികൾ നമുക്ക് ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ മനസ്സ് പൂർണ്ണമായിട്ടും ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഗുരുവിൻ്റെ ജനനം, ഗുരുവിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഗുരുവിൻ്റെ പഠനം, അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും, എന്തിനാണ് ഗുരു അവിടെയൊക്കെ പോയി പഠിക്കാൻ പോയത്? അതിൻ്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ. അവിടെയാണ് ഗീത പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടത്. ന ബുദ്ധിഭേദം ജനേത് അജ്ഞാനം കർമ്മസംഖ്യനം. അപ്പോൾ അജ്ഞാനത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല, ബുദ്ധിഭേദം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ അവർ ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്നു, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അതുപോലെ എത്രയോ കാര്യങ്ങൾ സാധാരണ നമ്മളെപ്പോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നമ്മൾക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗുരു അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഗുരു അങ്ങനെ പറഞ്ഞില്ലല്ലോ, പിന്നെ നമ്മളെന്തിനാണ്? എന്നാൽ ഗുരു പറഞ്ഞ കാര്യം അനുസരിക്കുമോ? അതൊട്ടില്ലതാണ്. കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞു, പക്ഷേ അത് ചെയ്തേ അടങ്ങും. അപ്പോൾ കുറേ എണ്ണങ്ങൾ മരിക്കും. കുറേ എണ്ണങ്ങൾ മരിച്ചിട്ടും എന്താണ്, അവരുടെ ജീവിച്ചിരിക്കുന്നവർ ഒരുപാട് അപകടങ്ങൾപ്പെട്ട് ജീവിക്കും. അരുത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തേ അടങ്ങുമെന്ന് വെച്ചാലോ, അതിൽ നിന്ന് വരുന്ന ദുഃഖങ്ങൾ അനുഭവിച്ചോളണം. മദ്യത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാർട്ടി നടക്കുമ്പോൾ ഈ മദ്യം വേണ്ട, പക്ഷെ മദ്യത്തിൽ നിന്ന് ഈ മദ്യം കുടിച്ചിട്ടുണ്ടാകുന്ന കത്തിക്കുത്തുകളും ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ ബുദ്ധിയുടെ വികലത, ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന താളം തെറ്റ്, ജീവിതത്തിൻ്റെ താളം തെറ്റിൽ എത്രയോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഗുരു എന്തിനാണ് അരുത് എന്ന് പറയുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഗുരുവിനെ ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ ഗുരുവിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഗുരുവിന് ഉപദേശം കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഗുരു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ വേണ്ടി കൂടി പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഗുരു അവധൂതനായിട്ട് നടന്ന കാലത്ത് എവിടെയൊക്കെ കിടന്നു, എന്തൊക്കെ കഴിച്ചു, യാതൊരു പിടിയില്ല. പക്ഷേ സമൂഹ മധ്യത്തിലേക്ക് വന്നപ്പോഴോ, ജനങ്ങളുടെ ഇടയ്ക്ക് ഗുരു അറിയപ്പെടുന്ന ഒരാളായി വന്നപ്പോഴോ, പിന്നെ ഗുരു വളരെ അവർക്കും കൂടി മാതൃകയാകുന്ന രീതിയിലാണ് ഗുരുവിൻ്റെ മറ്റ് രീതികളൊക്കെ. ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ശരി, സംഭാഷണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, എല്ലാം. അപ്പോൾ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ എന്തെങ്കിലും നടക്കുവോ ഇരിക്കുവോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ വിഷയമില്ല. പക്ഷേ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഇന്ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനം കർമ്മസംഖ്യനം. അജ്ഞാനം കൊണ്ടാണ് കർമ്മത്തിൽപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അവരിൽ ബുദ്ധിഭേദം ഉണ്ടാക്കാതിരിക്കണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഗുരുവിൻ്റെ ഈ ഗുരു പരിപൂർണമായിട്ടും മനസ്സിനെ തൻ്റെ ഇച്ഛയുടെ വരുതിയിൽ നിർത്തിയിട്ടാണ് ഗുരു പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഗുരു വയ്യാതിരിക്കുന്ന സമയത്ത്
2 ഡോക്ടർമാർ, MBBS ഡോക്ടർമാർ ഉൾപ്പെടെ ഗുരുവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴാണ് ഗുരുവിൻ്റെ അസുഖത്തിന് യാതൊരു ഭേദവും കാണുന്നില്ല, ഡോക്ടർ കാണുന്നില്ല. പക്ഷെ അങ്ങനെ തീരെ വയ്യാതിരിക്കുമ്പോഴും ഭക്തന്മാർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പല അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഗുരു അതിന് ഓരോ മരുന്നുകൾ കൊടുക്കുകയും അവർക്ക് ഇന്ന ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഡോക്ടർ പറയുന്നത്, ഈ രോഗിയുടെ രോഗം ഞങ്ങൾക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് പൂർണ്ണമായിട്ടും ആ രോഗിയുടെ കൺട്രോളിലാണ്. അന്ന് MBBS പഠിച്ച ഡോക്ടർ കൂടെയുള്ള ആ ഡോക്ടറാണ് പറയുന്നത്, ഗുരുവിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് പറഞ്ഞത്. കാരണം പരിപൂർണമായിട്ട് ഗുരുവിൻ്റെ നിയന്ത്രണത്തിലാണ് ഗുരുവിൻ്റെ അസുഖം. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. പക്ഷേ ഗുരു എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാർക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട് ചികിത്സിക്കാൻ. വൈദ്യന്മാർക്ക് അവസരം കൊടുത്തു ചികിത്സിക്കാൻ. ആർക്കൊക്കെയാണോ ഗുരുദേവൻ അവസരങ്ങൾ കൊടുത്തത്, പക്ഷെ അവർക്കാർക്കും മനസ്സിലായില്ല. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഗുരു നമുക്കൊരവസരം തരികയാണ് ഗുരുവിന് സേവ ചെയ്യാൻ, അതിലൂടെ പുണ്യം ലഭിക്കാനായിട്ട്. പക്ഷേ തിരിച്ചറിയാൻ പറ്റാതെ ഉണ്ടായിരുന്ന ആളുകളാണ് അധികവും. എന്തു ചെയ്യാൻ പറ്റും? ഗുരു ശരീരം ഉപേക്ഷിച്ച്, അതും സ്വന്തം ഇഷ്ടപ്രകാരം ശരീരം ഉപേക്ഷിച്ച് പോയതിന് ശേഷം പിന്നെയാണ് അവർക്കെല്ലാം എന്തുണ്ടാകുന്നത്? അവരുടെ ബുദ്ധി നേരെയാവുന്നത്. ബുദ്ധി നേരെയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാകുന്നത്, ഈ കൂടെ ഉണ്ടായിരുന്ന ആൾ സാധാരണ ആളല്ല, സാക്ഷാൽ ഈശ്വരൻ അല്ലേ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ അദൃശ്യമായിട്ടുള്ള ശക്തി ഒരു മനുഷ്യൻ്റെ രൂപമെടുത്ത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് അവർക്ക് വളരെ കുറച്ച് പേർക്കെങ്കിലും പിന്നീട് ബോധ്യപ്പെട്ടു. കാരണം എപ്പോഴും ഈ സത്യസന്ധമായിട്ടുള്ള ആളുകൾ, അവർക്ക് മറ്റുള്ളവരെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയ സിദ്ധിയൊക്കെ കാണിച്ച് ആളുകളെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ എല്ലാവരും അവരുടെ കൂടെ വരും. ഗുരുവിന് പ്രത്യേകിച്ച് വിഭൂതി എടുത്ത് കാണിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഗുരു ചെയ്തിട്ടുമില്ല. അപ്പോൾ പരിപൂർണമായിട്ട് ഗുരുവിൻ്റെ മനസ്സ് കൺട്രോൾ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഗുരുവിൻ്റെ ജീവചരിത്രവും ഗുരു ചെയ്തിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. വെറുതെ നമ്മൾ ഗുരുവിൻ്റെ ജീവചരിത്രം വായിച്ചു പോയിട്ട് കാര്യമില്ല. ഓരോ സംഭവങ്ങളെയും നമ്മൾ അവിടെ നിർത്തി നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ്, എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്? നമുക്ക് വേണ്ടി ഗുരു എന്ത് മാതൃകയാണ് അതിൽ തന്നിട്ടുള്ളത്? ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായിട്ടുള്ള ഒരു വിശകലനം നമുക്ക് അവിടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ സ്വായത്ത മനസ്കായ നമഃ എന്നുള്ള മന്ത്രത്തിലൂടെ നമ്മളും നമ്മുടെ മനസ്സിനെയും പരമാവധി കൺട്രോളിലേക്ക് കൊണ്ടുവരുവാനും നിയന്ത്രിക്കുവാനും മനസ്സിന് അടിമയായിട്ട് മാറാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൻ്റെ അടിമയായി മാറാതിരിക്കണമെങ്കിൽ നമ്മുടെ വിൽ പവർ നമ്മൾ കൂട്ടണം, മനഃശക്തി കൂട്ടണം. ഇപ്പം നമ്മുടെ മനസ്സൊക്കെ വളരെ വീക്കാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സെൻറ്റിമെൻ്റ് അടിക്കും, നമ്മൾ കരയും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ദേഷ്യം വരും. ഇതൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം, മനസ്സിൻ്റെ കൺട്രോളില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ മനസ്സിനെ ബലപ്പെടുത്തുക. മനയോ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോ എന്ന് പറയുന്നുണ്ട്. ഈ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്.
അതുകൊണ്ട് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ജപിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കണം. അതുപോലെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകൾ നമുക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. അങ്ങനെ നമുക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ, ഓം ധർമ്മ സംസ്ഥാപകായ നമഃ. ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വന്ന് അവതരിച്ച ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാനായിട്ട്, അതാണ് ധർമ്മ സംസ്ഥാപകായ നമഃ. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ഗീതയിലൊക്കെ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നൊക്കെ ഗീത പറയുന്നുണ്ട്. അപ്പോൾ ധർമ്മത്തിന് എപ്പോഴാണോ എവിടെയാണോ ഗ്ലാനി സംഭവിക്കുന്നത് അവിടെ ഞാൻ അവതരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണനല്ല, മറിച്ച് ആ പരമ്പൊരുളാണ്. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഞാൻ അവതരിക്കും. ഇപ്പോൾ ധർമ്മത്തിൻ്റെ ഗ്ലാനി അതത്രയും കുറച്ച് കൂടി കഴിയുമ്പോഴാണ് ഈ മഹാത്മാക്കൾ അവതരിക്കുന്നത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ അവതരിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ അധർമ്മം മനുഷ്യനെ മനുഷ്യനായി കാണാതിരിക്കുകയും അധർമ്മം അതിൻ്റെ ഭയങ്കരമായിട്ടോട് കൂടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഗുരുവും ഇവിടെ അവതരിച്ചത്. അത് വെറുതെ അവതരിക്കുക മാത്രമല്ല, ഈ ഒരു ധർമ്മ വ്യവസ്ഥ ഇവിടെ എഴുതി ജനങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു. ശ്രീനാരായണ ധർമ്മം എന്നുള്ള ആ ഗ്രന്ഥം പലരും അതിന് പറയത്തക്ക ഒരു പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല. ശ്രീനാരായണ ധർമ്മം ചിലർക്ക് അത് ഗുരു തന്നെ എഴുതിയതാണോ പറഞ്ഞു കൊടുത്തതാണോ എന്നൊക്കെ ഇപ്പോഴും സംശയമുണ്ട്. ഗുരുദേവൻ ശിഷ്യന്മാർക്ക് വേണ്ടി, ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പല സന്ദർഭങ്ങളിലും ചെയ്തു കൊടുത്ത ഉപദേശങ്ങളാണ്. ആ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമധർമ്മം, ബ്രഹ്മചര്യാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളിലൂടെയാണ് ഇവിടെ ധർമ്മം നിലനിൽക്കേണ്ടത്. അപ്പം അതിൻ്റെ ആവശ്യകത വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ധർമ്മ സംഹിത കൂടി ഇവിടെ ഗുരു നമ്മൾക്ക് എഴുതി അല്ലെങ്കിൽ നമുക്ക് ഉപദേശിച്ചിട്ട് പോയത്. അതോടൊപ്പം ആധ്യാത്മികമായിട്ടുള്ള വലിയൊരു ശാസ്ത്രവും, അതിനെ എന്താണ്, വേദങ്ങൾ 4 പഠിച്ച് അതിൻ്റെ അവസാന ഭാഗത്തെ ഉപനിഷത്തുകൾ പഠിച്ച് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഗുരു അതിൻ്റെ രത്നചുരുക്കമായി ഗുരു സാക്ഷാത്കരിച്ച ആ സത്യത്തെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എഴുതി മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലുമായിട്ട് നമുക്ക് നൽകിയത്. അത് ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തെ, അതുപോലെ ധർമ്മസംഹിതയെ ഒക്കെ ഇവിടെ പുനരവതരിപ്പിക്കേണ്ട അതിൻ്റെ ആവശ്യകത ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗുരു ഇവിടെ അവതാരമെടുത്തത്. അപ്പം അങ്ങനെ വലിയൊരു ദൗത്യത്തിനാണ് ഗുരു ഇവിടെ വന്നു പോയത്. പക്ഷെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോയി. നമ്മൾ പലതിലൂടെയും നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കാതെ, അതിങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ സംഭവിക്കാതെ നമുക്ക് മാറ്റങ്ങൾ ഇനി ഒട്ടും സമയം വൈകിപ്പിക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഗുരുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക്
ഗുരുവിനോടുള്ള കടം നമുക്ക് കുറച്ചെങ്കിലും തീർക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ഈ മനുഷ്യജന്മം കൂടുതൽ അർത്ഥവത്താകാനായിട്ട്, സാർത്ഥകമാകാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഗുരുവിൻ്റെ, ശാരദാംബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ സത്സംഗം, നമ്മുടെ മനനം നമുക്ക് ഇന്നിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.